ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രമ ചേച്ചി. എല്ലാവർക്കും എൻ്റെ എമ്മി ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ സ്പെഷ്യൽ അപ്പവും ബീഫ് കരൾ പെരട്ടുമാണ്. അപ്പത്തിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാം. അപ്പത്തിന് ആവശ്യമുള്ള ചേരുവകൾ: 1/2 കിലോ പച്ചരി കുതിർത്ത് വെച്ചിരിക്കുന്നത്, 1 കപ്പ് ചോറ്, 1 മുറി തേങ്ങ, പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിന് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കാരയിലയാണ്. കാരയില എന്ന് പറഞ്ഞാൽ കാരയിലയെക്കുറിച്ചും പല പല ഗുണങ്ങളുള്ളതാണ്. ത്വക്ക് രോഗത്തിന് പറ്റിയതാണ് ഇപ്പോൾ കാരയില. പിന്നെ അതുപോലെ പെൺമക്കൾ മെച്ചറായുമ്പോൾ ഉപയോഗിക്കുന്നത് കാരയില എന്ന് വെച്ചാൽ ഈ കാരയിലയും അരിയും കരിപ്പട്ടിയും തേങ്ങയും കൂടെ ഇട്ട് ആട്ടി നമ്മൾ കിണ്ടൽ രൂപത്തിൽ അവർക്ക് കൊടുക്കും. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക്, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് നമുക്ക് അത് ഇതുപോലെ ആട്ടി ശർക്കര, കരിപ്പട്ടിയും തേങ്ങയും അരിയും പിന്നെ അതിൽ ലേശം ജീരകം ചേർത്ത് ഇതൊക്കെ കൂടെ ചേർത്ത് ആട്ടി കഴിക്കുന്നതാണ് കാരയിലയുടെ ഗുണം. അതുകൊണ്ട് ഈ കാരയിലയും കൂടി ചേർത്താണ് ഞങ്ങൾ ഇന്നത്തെ അപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. കാരയില എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കാരയില വേണം 1/2 കിലോ അരിക്ക്. ആ കാരയിലയാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. തലേ ദിവസം നമ്മൾ അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവാണ്. ഇതിലോട്ട് തേങ്ങയും അരച്ച് ഈ പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് കലക്കി വെച്ച മാവാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ഗരം മസാല, ഉപ്പ്. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കണം. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുക്കണം. സ്റ്റവ് കത്തിച്ച് ഇനി ഉരുളി ചൂടായി. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചോളും. വെളിച്ചെണ്ണയാണ് നമ്മുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി ആദ്യമായിട്ട് ഇതിലോട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നു. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ചേർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സവാളയും ഉള്ളിയും പെട്ടെന്നങ്ങ് മൂത്ത് വരും. അതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു കരൾ പെരട്ടാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ ഇളക്കണം. ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഇളക്കണം. ഇനി നമുക്കിതിലോട്ട് കൂട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇറച്ചി കരൾ വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒരു കുഞ്ഞ് സ്പൂണിൽ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ള മുളക് പൊടി ഇതിലിപ്പോൾ വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി. ഇത് പിരിയമുളകും സാധാ മുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. മല്ലിപ്പൊടി 2 സ്പൂണാണ് മല്ലിപ്പൊടി ചേർത്തത്.
നല്ലതുപോലെ ഇളക്കണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബീഫ് കരളിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുമുളകാണ്. കുരുമുളക് 1 സ്പൂണ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുന്നു. അതിനെ നല്ലതുപോലെ ഇളക്കണം. ഈ കരൾ വേവിച്ചതിൻ്റെ കുറച്ച് ചാറാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ ഇളക്കണം. അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന കരൾ ഇതിലോട്ട് തട്ടിക്കൊടുക്കണം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരല്പം കൂടി ചേർക്കാം. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കണം. ചെറിയ തീയിൽ ഒന്ന് പാകമായി വരട്ടെ. ഇനി മല്ലിയില ഇട്ട് കൊടുക്കണം. അങ്ങനെ ബീഫ് കരൾ പുരട്ട് റെഡിയായി. അപ്പത്തിൻ്റെ മാവ് ഇതേ കളറിൽ പച്ച കളറിലിരിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത്ര കട്ടി വേണം. ഈ കളർ കാണുമ്പോൾ തന്നെ കൊച്ചു മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സാധാരണ വെള്ള കളറിലുള്ള പോലെ കൊച്ചു മക്കൾ കഴിക്കുന്നത് ഈ പച്ച കളറിലുള്ള അപ്പം കാണുമ്പോൾ അവരിഷ്ടപ്പെടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങളത് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു ചീനച്ചട്ടി, ഇരുമ്പിലെ ചീനച്ചട്ടിയാണ്. നമ്മൾ പഴയ കാലത്തൊക്കെ ഈ ഇരുമ്പിലെ ചീനച്ചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായി എണ്ണ തേച്ച് കൊടുക്കണം. അപ്പച്ചട്ടി ചൂടായി. ഇനി മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പവും ബീഫും കരൾ പുരട്ടും റെഡിയായി. ഇതൊന്ന് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസകൾ.